ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി രഥഘോഷയാത്ര ഇവിടെ കോന്നിയിലെത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഫുള്ള് അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ മേളമാണ്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ എങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാലും കോപ്പിറൈറ്റ് ഒരുപാട് കാണും. അതായത് അതിൻ്റെ ഭക്തി ഗാനങ്ങളുടെ ഒരുപാട് ലിസ്റ്റ് തന്നെ കോപ്പിറൈറ്റ് ആയിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ പല ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഭഗവത് പ്രസാദങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. സ്വാമി ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. ഒരു നോക്ക് കാണുവാൻ കാത്തു നിൽക്കുന്ന എല്ലാ ജനമനസ്സുകളിലും കലീകവർദ്ധനായ അയ്യപ്പസ്വാമി അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുന്നു. സ്വാമി ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. രഞ്ജിപ്പാട്ടിന്റെ താളപ്പൊലിമയിൽ 52 കരകളും പാരിസ്ഥിതിക്കുന്ന ദേശദേവൻ അമ്പലപ്രാവുകൾ അഷ്ടപതി പാടും. രാത്രി ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് താഴത്തെ സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് നമ്മുടെ തങ്കയങ്കി വരുന്നത്. ഇതിപ്പോൾ തങ്കയങ്കി രഥഘോഷയാത്രയെ ആനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആൾക്കാർ പോവുകയാണേ. നമുക്കറിയാം നമ്മുടെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് മകരവിളക്ക് ആ ദിനത്തിൽ അയ്യപ്പന് ചാർത്താനുള്ള ആഭരണമാണ് തിരുവാഭരണം. പക്ഷെ നമ്മുടെ തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കുന്നത് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ തങ്കയങ്കി എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ് നമ്മുടെ വിഗ്രഹത്തിൽ വെക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ 1973 നൽകിയ 420 പവൻ തൂക്കമുള്ളതാണ് നമ്മുടെ ഇത് തങ്കയങ്കി. അപ്പോൾ ഇത് മണ്ഡലപൂജയ്ക്കാണ് നമ്മുടെ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. ഇതിപ്പോൾ നമ്മുടെ താഴത്തെ സ്റ്റാൻഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ആയിട്ട് ഏകദേശം തങ്കയങ്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് തങ്കയങ്കി നേരെ നമ്മുടെ സെൻട്രൽ ജംഗ്ഷനിൽ വരും. സെൻട്രൽ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ചിറക്കൽ അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നീട് മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാവും നമ്മുടെ തങ്കയങ്കി എത്തുക. അപ്പോൾ അവിടെ തങ്കയങ്കി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗമാണ് നമ്മളെ കാണുന്നത്. പതിനെട്ടാം പടിയുടെയും അതുപോലെ കൊടിമരവും ശ്രീകോലും ഉൾപ്പെടെ ഒരു ശബരിമല ഒരു ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ ഒരുക്കിയ ഒരു രഥത്തിലാണ്. രഥം എന്ന് പറഞ്ഞ വാഹനമാണ്. അതിലാണ് നമ്മുടെ തങ്കയങ്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ വൈകിട്ട് പമ്പയിലെത്തുന്ന തങ്കയങ്കി ശരംകുത്തിയിൽ നമ്മുടെ ഘോഷയാത്രയോടെ ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കും. പിന്നീട് തങ്കയങ്കി ചാർത്തിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അപ്പം ഇന്നിപ്പം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുരിങ്ങമംഗലം ക്ഷേത്രം കഴിഞ്ഞിട്ട് രാവിലെ മലയാരപ്പുഴ ക്ഷേത്രത്തിലെത്തും. പിന്നെ മണ്ണാറക്കുളഞ്ഞി, റാന്നി, രാമപുരം, വടശ്ശേരിക്കര അങ്ങനെ പോയി നമ്മുടെ ലാസ്റ്റാണ് പമ്പയിലെത്തുന്നത്. അപ്പോൾ ഈ രഥയാത്ര കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആറന്മുളയിൽ എത്തിച്ച് അവിടെ ദേവസ്വം ഭണ്ഡാരത്തിലാണ് നമ്മുടെ ഈ ഒരു തങ്കയങ്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തങ്കയങ്കിയുടെ ഫ്രണ്ടിലായിട്ട് വലിയ 2 ലൈറ്റുകളുണ്ട് തങ്കയങ്കിക്ക് വെട്ടം കിട്ടുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
ഘോഷയാത്ര നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.